മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ചൂരൽമലയിലെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച ബെയിലി പാലം അത് അതിജീവനത്തിന്റെ പ്രതീകം കൂടിയാണ്. അന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ച പാലം ഇപ്പോഴും ദുരന്ത മേഖലയിൽ തുടരുകയാണ്. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ഒരു പാലമുണ്ടായിരുന്നു. നനച്ചിരിക്കാതെ എത്തിയ മഹാദുരന്തം ആ പാലവും കൊണ്ടുപോയി. പാലം തകർന്നതോടെ മുണ്ടക്കയും ചൂരൽമലയും വേർപെട്ടു. ദുരന്ത സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാതെയായി. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യം മരപ്പലകകൾ ഉപയോഗിച്ച് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. പിന്നാലെ എത്തിയ സൈന്യം ബെയിലി പാലം നിർമ്മിച്ചു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലായി. കരസേനയുടെ ഭാഗമായ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് പാലം 31 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ചത്. 24 ടൺ ഭാരം താങ്ങാൻ കഴിയുന്ന പാലം 190 അടി നീളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ പാനലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുമെന്നതാണ് ബെയിലി പാലത്തിന്റെ പ്രത്യേകത. മേജർ സീതാ ഷെൽക്കെയാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. എഞ്ചിനീയർമാർ ഉൾപ്പെടെ 160 പേർ സംഘത്തിലുണ്ടായിരുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രങ്ങളും വാഹനങ്ങളും എത്തിക്കാനായി. ഇന്നും ഈ പാലത്തിലൂടെയാണ് ആളുകൾ ചൂരൽമല കടന്ന് മുണ്ടക്കൈയിലേക്ക് എത്തുന്നത്. മഹാദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോൾ ചൂരൽമല മുണ്ടക്കൈയെ ബന്ധിപ്പിക്കുന്ന അതിജീവനത്തിന്റെ ഓർമ്മകളും പേറി ബെയിലി പാലം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.